ശരി. ആ അനിനെ ഡോക്ടറെ വിളിച്ചു. ഇപ്പൊ വിളിച്ചു. ഡോക്ടർ ഇപ്പൊ വരും. മുത്തശ്ശി മുത്തശ്ശി എന്തേ എണീക്കാത്ത? സിദ്ധു ഏട്ടാ, കഥ പറഞ്ഞ് താ മുത്തശ്ശി, പിന്നെ ഉറങ്ങാം. സിദ്ധു അടങ്ങിയിരിക്കടാ. മുത്തശ്ശി മോനെ, കഥ പറഞ്ഞ് താ മുത്തശ്ശി. സിദ്ധു. പിന്നെ കല്യാണത്തിന്റെ കാര്യത്തിലൊന്നും ഒരു മുടക്കവും വരുത്തണ്ട. അത് നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കട്ടെ. ഋഷി അത് നോക്കിയോളും. നിന്റെ ഒരു മേൽനോട്ടുണ്ടായാൽ മതി. ശരിയേട്ടാ. പറഞ്ഞോ ഡോക്ടർ. ഞാൻ ലേറ്റ് ആയില്ലല്ലോ? ഇല്ലല്ല, പറഞ്ഞോ. വന്നാട്ടെ. മഴേട്ടാ. സിദ്ധു എണീക്ക്. അമ്മ ഇങ്ങനെ തലകറങ്ങി വീഴാനുള്ള കാരണം എന്തായിരുന്നു? അറിയില്ല ഡോക്ടർ. കല്യാണത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് അമ്മ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അമ്മ തലകറങ്ങി വീഴുമായിരുന്നു. ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. വിവാഹത്തിന്റെ തിരക്കും ബഹളമൊക്കെ ആയിരുന്നല്ലോ. അതിന്റെ ക്ഷീണമൊക്കെ കാരണമായിരിക്കും തലകറങ്ങി വീണത്. പൾസിലൊന്നും വേരിയേഷൻ ഇല്ല. ആ സ്ഥിതിക്ക് അമ്മ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. കുറച്ച് സമയം കൂടി നോക്കാം. അത് കഴിഞ്ഞ് ബോധം തെളിയുമ്പോൾ വിശദമായിട്ടൊരു പരിശോധന നടത്താം. ഏതായാലും ആരും പാനിക് ആവണ്ട. തൽക്കാലം മെഡിസിൻ ഒന്നും വേണ്ട. ശരി, ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ എന്നൊന്ന് വിളിച്ചാൽ മതി. ശരി എന്നാ. ശരി ചേട്ടാ, ഞാൻ കൊണ്ടുവിടാ. ഞാനേ ഇപ്പൊ വരും. അമ്മ, ഡോക്ടറെ, ആ അമ്മയ്ക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ അല്ലേ? ബോധം തെളിഞ്ഞ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാനാവൂ. അമ്മ ഇങ്ങനെ കിടക്കുമ്പോ കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല.
മായാണല്ലോ. ഹലോ മായേ. ആ സുലോചനെ, ഒരു കാര്യമുണ്ട്. എന്താ മായേ? അതെ, ഇവിടുത്തെ അമ്മ രാവിലെ പെട്ടെന്ന് ബോധം കെട്ട് വീണു. അയ്യോ, എന്നിട്ട്? ഇപ്പോഴും ബോധമൊന്നും വന്നിട്ടില്ല. ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട്. ആ, ബോധം തെളിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റൂന്നാ ഡോക്ടർ പറയുന്നത്. ഇതുവരെയും ബോധം വരാത്ത സ്ഥിതിക്ക് ഇനി എപ്പം ബോധം വീഴുമെന്ന് അറിയില്ല. അയ്യോ, അപ്പൊ കല്യാണം? മിക്കവാറും കല്യാണം മാറ്റിവെക്കേണ്ടി വരും. അയ്യോ, കല്യാണം മാറ്റി വെക്കാനോ? അമ്മ ഇങ്ങനെ കിടക്കുമ്പോ എങ്ങനെ കല്യാണം നടത്താനാ? അയ്യോ, അതിന് ചർച്ചകളൊക്കെ ഇവിടെ നടക്കുന്നേ ഉള്ളൂ. തീരുമാനമൊന്നും ആയിട്ടില്ല. ഞാൻ വിളിക്കാം കേട്ടോ. അയ്യോ. താല്പര്യം ഉണ്ടായിട്ടല്ല, എങ്കിലും അമ്മയുടെ ബോധം തെളിയാതെ എങ്ങനെ വിവാഹം നടത്താം? ഡോക്ടർ പറഞ്ഞത് കല്യാണ തിരക്കിന്റെ ഓട്ടം കാരണമുള്ള ക്ഷീണമായിരിക്കും എന്നാ. മിക്കവാറും അത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അതെ, എന്നാലും അമ്മ ചടങ്ങില്ലാതെ എങ്ങനെ? അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹ കുട്ടന്റെ വിവാഹം. അതുകൊണ്ട് ഉറപ്പായും അമ്മ ബോധക്ഷയം വിട്ടെഴുന്നേക്കും. അമ്മ കല്യാണത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അല്ല, ഈ നേരത്ത് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു. ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയാ. അതുകൊണ്ട് എന്തായാലും നമുക്കൊരു ജോത്സ്യനെ വരുത്തി വിശദമായിട്ട് തന്നെ നോക്കിയാലോ? ആ, അത് ശരിയാ. അറിഞ്ഞല്ലോ, അറിഞ്ഞല്ലോ വിശേഷമല്ല. എന്തു വിശേഷം? ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് പോലെ തന്നെയാ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. എന്താ സുലോചനെ, എന്താ വിഷയം? മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച പിന്നെ എന്ത് ചെയ്യും? ശ്രീകലയുടെ പ്രാർത്ഥന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. സുലോചനെ, ശ്രീകലയെ ഒറ്റപ്പെടുത്താതെ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. ശ്രീകലയെ എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും? നമ്മൾ ഈ കല്യാണത്തിന് വേണ്ടി നടത്തുന്ന ഒരുക്കങ്ങളൊക്കെ വെറുതെയാ. കല്യാണം മുടങ്ങാൻ പോവാ. കല്യാണം മുടങ്ങുമെന്നോ? അതിന് കാരണം എന്താ? കല്യാണം മുടങ്ങുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പൊന്നാരൻ തോട്ടത്തുനിന്ന് മായ ഇപ്പൊ എന്നെ വിളിച്ചു വെച്ചതേ ഉള്ളൂ. മായ വിളിച്ചിട്ട് ഒരു കാരണവുമില്ലാതെ കല്യാണം മുടങ്ങുമെന്ന് പറഞ്ഞോ? അവിടെ പൊന്നാരൻ തോട്ടത്തെ അമ്മ ബോധം കെട്ട് വീണിരിക്കുക. ഇതുവരെ ബോധം വീണിട്ടില്ല. ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ടും പ്രയോജനമില്ല. അമ്മയ്ക്ക് ബോധം വീണാലേ എന്തെങ്കിലും പറയാനാവൂന്ന്. മിക്കവാറും കല്യാണം മുടങ്ങാൻ സാധ്യതയുണ്ടാവൂന്ന മായ പറഞ്ഞ്. ഈശ്വര, ഇത് വലിയ കഷ്ടായല്ലോ. മായ പറയുന്നത് കേട്ടിട്ട് എന്റെ സർവാംഗം തളർന്നു പോയി. ശ്രീകലേ, കല്യാണം മുടങ്ങുന്നു കേട്ടപ്പോ നിനക്ക് സന്തോഷമായി അല്ലേ? പിന്നെ സന്തോഷിക്കാതെ. ഈ കല്യാണം മുടങ്ങണം സുലോചനെ. ഇത് മുടങ്ങേണ്ടത് തന്നെയാ. ഒരു ഭ്രാന്തനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ എല്ലാരും കൂടി കച്ച മുറുക്കിയപ്പോ ദൈവം അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കല്യാണം മുടക്കിയത് വേറെ ആരുമല്ല, ദൈവം തന്നെയാ. നീ എന്റെ ചങ്കി കൊള്ളുന്ന വർത്തമാനായി പറയുന്നേ. ഒരിക്കൽ നിന്റെ മോള് ഗോപിക കാരണം മുടങ്ങിയത് എന്റെ മോളുടെ കല്യാണോ?
ഇപ്പതേ വീണ്ടും അത് മുടങ്ങാൻ പോവാ. ഇത് മുടങ്ങരുതെന്നാ എന്റെ പ്രാർത്ഥന. ഇപ്രാവശ്യം എന്റെ മോളുടെ കല്യാണം മുടങ്ങാൻ ഞാൻ അനുവദിക്കില്ല. അഥവാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കളയാൻ മടിക്കില്ല. അഞ്ജിതയുടെ വിവാഹം ആദ്യം മുടങ്ങിയത് എന്റെ മോള് കാരണമാണെന്ന് നീ മറക്കരുത് സുലോചനെ. എന്റെ മോൾക്ക് കിട്ടേണ്ട ഭാഗ്യം നിന്റെ മോളായിട്ട് തട്ടിയെടുക്കാൻ നോക്കിയപ്പോ അവിടെയും ദൈവം പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഋഷി എല്ലാവരെയും എതിർത്തുകൊണ്ട് ഗോപിയെ വിവാഹം കഴിച്ചത്. ഇപ്പോഴും ദൈവം തന്നെ ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല സുലോചനെ. ഡി, ഇനി എന്റെ മുന്നിൽ നിന്ന് ചിരിച്ച എന്റെ തനി സ്വഭാവം നീ അറിയും. നീ എന്ത് കാണിക്കുന്ന? ഡി, ശരിയല്ലേ സുലോചനെ, നിർത്ത്. എന്റെ മുമ്പിൽ രണ്ടുപേരും വഴക്കടിക്കുന്നു. നിങ്ങൾ തമ്മിൽ ബഹളം വെച്ചിട്ടോ തമ്മിൽ തല്ലിയിട്ടോ കാര്യമില്ല. എല്ലാത്തിനും ഒരു വിധിയുണ്ട്. ആ വിധി പോലെ എല്ലാം നടക്കൂ. ഏതായാലും ഇപ്പൊ ഈ വിവരം ആരും ദേവിയെ വിളിച്ച് പറയാൻ നിൽക്കണ്ട. സ്കൂൾ വിട്ട് ദേവിക വരട്ടെ, അപ്പൊ നമുക്ക് സമാധാനമായിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കലയിക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിപ്പോ. പോകാനല്ലേ പറഞ്ഞത്? അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഭേദാവണേ. കുട്ടികളുടെ വിവാഹത്തിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവരുതേ. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താൻ സാധിക്കണേ. ഭഗവാനെ കാത്തുരക്ഷിക്കണേ. അയ്യോ, അമ്മ ബോധം കെട്ട് വീണപ്പോഴേ ഞാൻ പറഞ്ഞതില്ലേ ഏട്ടത്തി ഇതിലെന്തോ പന്തികേടുണ്ടെന്ന്. ഇതിപ്പോ അടുത്ത സൂചനയായി. ഇതെന്തോ അപശകുനം തന്നെയാ. കൃഷ്ണ, എന്താ എന്താ പറ്റിയേ? ചേട്ടാ ഇത് നോക്കിയേ, പുടവയ്ക്ക് തീ പിടിച്ചു. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? ചേട്ടത്തി ആരതി ഒഴിയുമ്പോ അത് കയ്യിന്ന് വീണ് കത്തിയതാ. എന്റെ ദൈവമേ, ഇതെന്തോ ദുർനിമിത്താണല്ലോ. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഏട്ടാ ഇനി ഇത് വച്ചോണ്ടിരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്നൊരു ജോത്സ്യനെ വരുത്തി കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിയണം. അതല്ലേ ചേട്ടത്തി വേണ്ടത്? വേണം. എത്രയും പെട്ടെന്ന് ജോത്സ്യനെ വിളിക്കണം. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം.
ശരി. ജോത്സ്യൻ ഇപ്പൊ വരും. പണം എത്ര വേണമെങ്കിലും ഇനിയും ഞാൻ തരാം. താൻ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിച്ചേ തീരൂ. ഞാൻ പറയുന്നൊരു കാര്യം താൻ വീട്ടിൽ ഒന്ന് ചെയ്തു തരണം. എന്തോന്ന് വേണം? ഒരു കല്യാണം മുടക്കണം. കല്യാണം മുടക്കേ? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ശരി, എല്ലാം ഞാൻ ഏറ്റ്. ഓ ദൈവമേ, കുഴപ്പമൊന്നും ആവില്ലല്ലോ? ഏയ് എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ദുർമരണമാണല്ലോ കാണുന്നത്. ദുർമരണോ? ഈ സമയത്ത് ഈ വീട്ടിലൊരു വിവാഹം നടന്നാൽ ഇവിടെ ഒരു ദുർമരണം സംഭവിക്കും. ഏറ്റവും നല്ല സമയം നോക്കിയാ ഞങ്ങൾ വിവാഹം തീരുമാനിച്ചിരുന്നത്. അതില് കാര്യമില്ല. സമയമല്ലേ? അതെവിടെയെങ്കിലും നിശ്ചലമായി നിൽക്കാറുണ്ടോ? ഇല്ല, അത് നീങ്ങിക്കൊണ്ടേയിരിക്കും. വിവാഹം തീരുമാനിച്ച സമയമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ സമയം വെച്ചാണ് ഞാൻ നോക്കിയത്. അതനുസരിച്ച് ഈ വിവാഹം നടത്തിയാല് ഇവിടെ ദുർമരണം സംഭവിക്കും. അത് തെറ്റാൻ യാതൊരു സാധ്യതയുമില്ല. എന്താടാ ഇവിടെ നടക്കുന്നേ? അമ്മ, അമ്മേ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. അല്ല, കല്യാണത്തിന്റെ തിരക്കുകളുള്ള നേരത്ത് നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നേ? അതല്ല അമ്മ, കല്യാണം നടക്കുന്നതിന് മുമ്പ് അമ്മ ബോധം കെട്ട് വീണു. പൂജാമുറിയിൽ വെച്ച് മന്ത്രകൊടിക്ക് തീ പിടിച്ചു. ഞങ്ങളെല്ലാവരും ആകെ ടെൻഷനിലായിപ്പോയി. അതുകൊണ്ടാ ജോത്സ്യനെ വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചത്. ഞാൻ തലകറങ്ങി വീണതേ പതിവായി ഞാൻ കഴിക്കുന്ന ഗുളിക കഴിക്കാത്തോണ്ടാ. അതില് യാതൊരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. അതിലെ യാതൊരു ദുർനിമിത്തവും കാണണ്ട. ഞാൻ ബോധം കെട്ട് വീണെന്ന് കരുതി ഇവിടെ ഒരു ദുർമരണവും ഉണ്ടാവില്ല. എന്റെ വാക്കുകൾ തെറ്റാണെന്നാണോ അമ്മ പറയണത്? തുറന്നു പറയാലോ, എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസമേ തോന്നുന്നില്ല.
അയ്യോ അമ്മേ, ഇദ്ദേഹം പേരിയുടെ ജോത്സ്യനാ. പറഞ്ഞ പോലെ നടക്കുവേ. ജ്യോതിഷത്തിൽ അഗ്രഗണ്യനായ ഒരാളുടെ മുഖത്ത് നോക്കിയാ അമ്മ വിശ്വാസമില്ലെന്ന് പറഞ്ഞത്. ആ ശരി, ഇദ്ദേഹം ജ്യോതിഷത്തിൽ അഗ്രഗണ്യനാണെങ്കിൽ ഇദ്ദേഹത്തോട് ഞാൻ ചില സംശയങ്ങൾ ചോദിക്കട്ടെ.